ഹായ് ദോസ്തോ, അപ്പോൾ എല്ലാവരും എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മളെല്ലാവരും റമാൻറ്റിൻ്റെ വെങ്കടേഷ് പാപ്പൻ്റെ വീട്ടിലേക്ക് വന്നു. അച്ഛനും അമ്മയും വന്നില്ല, അവർക്ക് എന്തോ അർജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാങ്ങ കണ്ടപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചു. അതൊരു തായ്ലൻഡ് മാങ്ങയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഞങ്ങൾ വന്നത് ഈറ്റ് മോർ അറ്റ് റെസ്റ്റോറൻറ്റിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ജഗദീപിൻ്റെ ഒരു പാപ്പൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ പാപ്പ ഇപ്പോൾ ഒരു ചെറിയ മീറ്റിങ്ങിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പാപ്പ നമ്മളെ ജോയിൻ ചെയ്യും. അപ്പോൾ പാപ്പനെ വെയിറ്റ് ചെയ്യുന്നവരെ നമ്മൾ വിചാരിച്ചു സൂപ്പ് കുടിക്കാൻ. അപ്പോൾ ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ് ഓർഡർ ചെയ്തത്. സൂപ്പിൽ പിന്നെ വെങ്കടേഷ് പാപ്പൻ പറഞ്ഞ് കുറച്ച് കോൺ കൂടുതൽ ഇടണം. അതാണ് കേട്ടോ കോണിൻ്റെ ക്വാണ്ടിറ്റി ഇതിൽ കുറച്ച് കൂടുതൽ കാരണം. പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗാർലിക് നാൻ. വെങ്കടേഷ് പാപ്പൻ പറഞ്ഞു ഇതും പിന്നെ ഗാർലിക് നാനിൻ്റെ കോമ്പിനേഷൻ നല്ലതാണെന്ന്. ഇതാണ് ഞങ്ങൾ രാജു പാപ്പനാണ് നമുക്ക് വേണ്ടി എപ്പോഴും ഫുഡൊക്കെ ഓർഡർ ചെയ്യാറുള്ളത്. പിന്നെ ഗാർലിക് നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ക്രിസ്പി സോഫ്റ്റ് ഒക്കെ ആയിരുന്നു. നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഗാർലിക് നാൻ. ഓൾമോസ്റ്റ് ഇവിടുത്തെ റഷ് ടൈം കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ലേറ്റായി ഭക്ഷണം കഴിക്കാൻ വരാൻ. ഇവിടുത്തെ ആംബിയൻസും നല്ലതാണ് കേട്ടോ. അപ്പോൾ പാപ്പ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഓർഡർ ചെയ്തത് പയ്യോലി ചിക്കനും പിന്നെ ചിക്കൻ കടായി. അതാണ് ഞങ്ങൾ പാപ്പനെ വെയിറ്റ് ചെയ്തത്. കാരണം ഇവിടെ എപ്പോഴും സ്പെഷ്യൽ അല്ല, ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ മോസ്റ്റ്ലി എല്ലാ വെറൈറ്റീസും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്രില്ലും കബാബൊക്കെ ആഫ്റ്റർനൂൺ അവൈലബിൾ ആണ് കേട്ടോ. പയ്യോലി ചിക്കൻ പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അതിൻ്റെ ആ കോക്കനട്ടും ഡ്രൈ റെഡ് ചില്ലിയുടെ ഫ്ലേവറും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് അഞ്ചാങ്കൽ ആങ്ങണ്ടിയൂരാണ്. പിന്നെ അവിടുന്ന് നമ്മൾ പോയത് ബീച്ച്. ഇത് കുറച്ചിപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, നിങ്ങളെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ തളിക്കുളം ബീച്ച് അവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. നല്ലൊരു റിലാക്സേഷൻ പ്ലേസ് ആണ് കേട്ടോ അത്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലായിടത്തും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ബീച്ച് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ജഗദീപിൻ്റെ ഫ്രണ്ട് രജീബ് ലാൽ. ഈ പ്രൊജക്റ്റിൻ്റെ ഓണറാണ്. ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ റിസോർട്ട്സും സ്വിമ്മിംഗ് പൂളും പിന്നെ റെസ്റ്റോറൻറ്റ്സ് തന്നെ അടുത്ത് തന്നെ ഓപ്പൺ ആവും. ഈവനിങ്ങിൽ കുറച്ചുകൂടി നല്ല രസമുണ്ടാവും കേട്ടോ, ലൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ല വൈഡായിട്ട് പാർക്കിംഗ് സ്പേസും ഉണ്ട്. പിന്നെ ഇതിന് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ വേറൊരു ബീച്ച് സൈഡിൽ പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം.